മലപ്പുറം +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ സമരം ഇന്നും തുടരും. റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് അനിശ്ചിതകാലത്തേക്ക് ഉപരോധിക്കുമെന്നാണ് MSFന്റെ ആഹ്വാനം. ദീപക് ധർമ്മടം തിരൂരിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മടം. തിരൂരിലാണല്ലോ നാളെ നമ്മുടെ ജില്ലാ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ ആദ്യം അവിടുത്തെ തിരൂരിലെ ഒരുക്കങ്ങളെക്കുറിച്ച് പറയൂ. അത് കഴിഞ്ഞ് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മലബാറിൽ +1 സീറ്റുകൾ ആവശ്യത്തിനില്ല എന്നത്. അതിൻ്റെ കടുത്ത ആവശ്യത്തെക്കുറിച്ച് കൂടി പറയൂ. തീർച്ചയായിട്ടും നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യം നല്ല രീതിയിൽ കൊണ്ടുവരികയും വേണം. പറയൂ ദീപക് ധർമ്മടം. ഞാൻ മലപ്പുറത്ത് ഇപ്പോൾ ഇന്നലെയും ഇന്നും ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പല വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ പറയുന്നത്, ഞാൻ ഇന്നലെ നമ്മുടെ തിരൂരിലെ പൗരപ്രമുഖരെ കണ്ടിരുന്നു. ഒന്ന് വിദ്യാഭ്യാസ മന്ത്രിയോട് നേരിട്ട് ഒന്ന് സംസാരിക്കണം മലപ്പുറത്തിൻ്റെ പ്രശ്നം. അദ്ദേഹം ആ പ്രശ്നങ്ങൾ അറിയാം, പക്ഷേ എന്നാലും അതിൻ്റെ ഒരു ഇത്രയും രൂക്ഷമാണ് പ്രശ്നം എന്നുള്ളത് അദ്ദേഹം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകില്ല എന്നുള്ള നിലയിലാണ് പലരും അഭിപ്രായം പറഞ്ഞത്. ഞാനിപ്പോഴുള്ളത് തിരൂരാണ്. തിരൂരിൻ്റെ മനോഹരമായ ഭംഗി, നമുക്ക് ദൃശ്യഭംഗി കാണാൻ സാധിക്കുന്നതാണ്. ഇതാ തിരൂർ പൊന്നാനി പുഴയാണ്. പുഴയോരത്തെ പച്ചപ്പ് കാണാം. കുറച്ചുകൂടി അങ്ങോട്ടേക്ക് പോയാൽ ഓർമ്മയുണ്ടാവും നമ്മുടെ തിരൂരിലെ സ്റ്റേഡിയം. നമ്മൾ പണ്ടൊരു മോർണിംഗ് ഷോയ്ക്ക് സ്വീകരണം കിട്ടിയ സ്റ്റേഡിയമാണ്. നിരവധി പേർ അവിടെ കായിക പരിശീലനത്തിലാണ്, വ്യായാമത്തിലാണ്. പ്രഭാത സവാരിയുടെ കേന്ദ്രമാണ് നമ്മുടെ പ്രേക്ഷക സമ്മേളനം, ലോകത്താദ്യമായി പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം നാളെ തിരൂരിൽ നടക്കും. ബിയാൻകോ കാസ്ലെ ഓഡിറ്റോറിയത്തിലാണ്. നാളെ കാലത്ത് 7 മണിക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ്. വേഗം തന്നെ എത്തണം. കാലത്ത് നമുക്ക് തുഞ്ചംപറമ്പിൽ നിന്നും മോർണിംഗ് ഷോ ആരംഭിച്ച് നമുക്ക് ബിയാൻകോ കാസ്ട്ലേയിലേക്ക് നീങ്ങണം. അതിനിടയ്ക്ക് നമുക്ക് മാർക്കറ്റിൽ പോകാം. അതുപോലെ പറ്റുമെങ്കിൽ മഴയില്ല, സാഹചര്യം അനുകൂലമാണെങ്കിൽ നമുക്ക് ഈ സ്റ്റേഡിയത്തിലും ഒന്നുകൂടി പോകാം. എല്ലാ ആൾക്കാരും പറയുകയാണ് വരുന്നു എന്നുള്ള ആവേശത്തിലാണ്. അതുപോലെ നമ്മുടെ അവതാരകരെ എല്ലാം സ്വീകരിക്കാൻ വേണ്ടി ആഷ്മി താജ് ഇബ്രാഹിമിനെയും ഗോപികൃഷ്ണനെയും അനുജ രാജേഷിനെയും ഒക്കെ സ്വീകരിക്കാൻ തിരൂരുകാർ തയ്യാറായിരിക്കുകയാണ്. ഏതായാലും പ്രേക്ഷക സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു. അവസാനവട്ട ഒരുക്കങ്ങൾ ഇന്നത്തോടുകൂടി നമ്മൾ പൂർത്തിയാക്കുകയും ചെയ്യും. വേഗം തന്നെ ഇങ്ങോട്ട് എത്തണം എന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇനി നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക്, മലപ്പുറം ജില്ലയിലെ ഒരു വലിയ പ്രശ്നം, മലപ്പുറത്ത് എല്ലാ അക്കാദമിക് ഇയർ ആരംഭിക്കുമ്പോഴും ഈ പ്രശ്നം ഉണ്ടാവാറുള്ളതാണ്. പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് പ്രശ്നം രൂക്ഷമാണ് എന്ന് പറയേണ്ടി വരും. കാരണം കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ നിലവിൽ ഇപ്പോൾ 3ാം അലോട്ട്മെൻറ്റ് പട്ടിക വന്നതിന് ശേഷവും മെറിറ്റിൽ ഇനി അവശേഷിക്കുന്നത് 44 സീറ്റ് മാത്രമാണ്. പക്ഷേ എന്നാൽ ഇനി അവസരം ലഭിക്കേണ്ട വിദ്യാർത്ഥികൾ 32,410 അതുകൊണ്ട് തന്നെ സമരം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ. MSF ഇന്നലെയും വാർത്താ സമ്മേളനം നടത്തി. അവർ DRD, അതായത് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് അടച്ചുപൂട്ടുന്ന രീതിയിലേക്കുള്ള പ്രതിഷേധ സമരത്തിലേക്ക് കടക്കുകയാണ്. മറ്റു സംഘടനകളും ഈ റാങ്ക്, അതായത് ഫുൾ A+ ലഭിച്ച, പ്രത്യേകിച്ചും നാളെ നമ്മൾ ഫുൾ A+ ലഭിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുകയാണ് SKN24 നമ്മുടെ ഈ പ്രേക്ഷക സമ്മേളനത്തിൽ. അങ്ങനെ ഫുൾ A+ ലഭിച്ച പല വിദ്യാർത്ഥികൾക്കും മെറിറ്റിൽ സീറ്റ് കിട്ടാത്ത സാഹചര്യമുണ്ട് എന്നുള്ളതും പറയുന്നു. അത്തരം വിദ്യാർത്ഥികളെ കൂടി അണിനിരത്തിയുള്ള വിവിധ സമരങ്ങൾ വിവിധ സംഘടനകൾ നടത്തുകയാണ്. ഏതായാലും സർക്കാർ അടിയന്തരമായി മലപ്പുറത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഗൗരവത്തിൽ വേഗത്തിൽ ഇടപെടേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ് മലപ്പുറത്ത് എത്തിയപ്പോൾ എനിക്കും ബോധ്യമായത്. ദീപക് ധർമ്മടം, അപ്പോൾ നമ്മുടെ വിലയിരുത്തലുകളും നമ്മുടെ ഒരുക്കങ്ങളും എല്ലാം പൂർത്തിയായെന്നല്ലേ പറഞ്ഞത്? ഏറെക്കുറെ എല്ലാം പൂർത്തിയായി. അപ്പോൾ വേഗം ഇന്ന് വൈകിട്ട് ഇങ്ങോട്ടേക്ക് എത്തുക. ഞാനവിടെ എത്തും. മാത്രമല്ല, ഞാനൊരു വലിയൊരു സംഘമായിട്ടാണ് നമ്മുടെ ഹെഡ്ക്വാർട്ടറിൽ നിന്ന് വരുന്നത്. ദീപക് ധർമ്മടം ബോധം കിട്ടി വീഴും, അത്ര കൂടുതൽ ആൾക്കാർ എൻ്റെ കൂടെ കാണും. താങ്ക് യു. ബോധം കിട്ടാതെ സൂക്ഷിച്ചോളൂ. ദീപക് ധർമ്മടമാണ് തിരൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത്.